പ്രിയപ്പെട്ടവരെ നമസ്കാരം. ബിജു കോട്ടേരിയാണ്. ഞാൻ ഒരു കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാണ്. ഹിന്ദി സാഹിത്യത്തിൻ്റെ ഹിസ്റ്ററി ഓഫ് ഹിന്ദി ലിറ്ററേച്ചറിനെ കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഹിന്ദി സാഹിത്യത്തിൻ്റെ ആരംഭം എന്ന് പറയുന്നത് നമ്മൾ രാഹുൽ സാങ്കൃത്യായൻ എന്ന് പറയുന്ന ഒരു ആചാര്യൻ ഹിന്ദി സാഹിത്യത്തിൻ്റെ ആദ്യകാലത്തിന് സിദ്ധസാമന്ത യുഗം എന്ന് വിളിച്ചിട്ടുണ്ട്. സിദ്ധസാമന്ത യുഗം എന്ന് പറയുമ്പോൾ ബൗദ്ധധർമ്മത്തിലെ വജ്രയാൻ ശാഖയിലെ സിദ്ധന്മാർ അവരുടെ സാമ്പ്രദായികമായിട്ടുള്ള മതപരമായിട്ടുള്ള തത്വങ്ങളെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അർദ്ധമാഗതി അപഭ്രംശം, ഹിന്ദി ഭാഷയുടെ ചരിത്രം കുറച്ച് വായിച്ച ആളുകൾക്കറിയാം. അർദ്ധമാഗതി അപഭ്രംശത്തിൽ നിന്ന് നിക്കലി ഹുയി ഭാഷ എന്ന് കണക്കാക്കപ്പെടുന്ന സാന്ധ്യഭാഷ അല്ലെങ്കിൽ ജനഭാഷ, ലോകഭാഷ എന്നൊക്കെ അറിയപ്പെടുന്ന ആ ഭാഷയിൽ അവരുടെ മതപരമായ തത്വങ്ങളെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അവർ രചിച്ച സാഹിത്യമാണ് സിദ്ധ സാഹിത്യം. ആക്ച്വലി ഇവർ ബൗദ്ധധർമ്മക്കാരാണ്. ബൗദ്ധധർമ്മത്തിലെ വജ്രയാൻ ശാഖയിലെ സിദ്ധന്മാർ 6-7 നൂറ്റാണ്ടുകളിലായിട്ട് ഇവരുടെ കേന്ദ്രം എന്ന് പറയുന്നത് ബീഹാറിലെ നാളന്ദ സർവകലാശാലയായിരുന്നു. നാളന്ദ സർവകലാശാല പിന്നെ തുർക്കികളുടെ ആക്രമണത്തിൽ തകർന്നു പോകേണ്ടായത്. ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ വർഷമൊക്കെ ആയിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രൈം മിനിസ്റ്റർ ആ സർവകലാശാല നാടിന് വീണ്ടും സമർപ്പിച്ചു. കഴിഞ്ഞ വർഷം അതിന് മുമ്പത്തെ വർഷം ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ നാളന്ദ, തക്ഷശില, ജഗദ്ദലി, ഓദന്തപുരി, വിക്രംശില ഇതൊക്കെയായിരുന്നു ഈ ഭിക്ഷുക്കളുടെ പ്രധാനപ്പെട്ട കേന്ദ്രം. ഇവർ എന്താ വെച്ചാൽ ഇവർക്കൊരു പഞ്ചമകാരന്മാരാണെന്ന് പറയും. പഞ്ചമകാരന്മാർ മാനക്ക്, മതിര, മച്ച്, മാംസ്, മൈഥുന് ഇതിനൊക്കെ ഉപാസകന്മാരായിരുന്നു ഇവർ. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു നകാരാത്മകമായിട്ടുള്ള ബദ്നാമി ഉണ്ടായിരുന്നു, പ്രചരിച്ചിരുന്നു. ഇവരുടെ ടോട്ടൽ നമ്പർ ഓഫ് സിദ്ധാസ് എന്ന് പറയുമ്പോൾ 84 ആണ്. 84 84 സിദ്ധന്മാരുണ്ടായിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളും സർഹപ്പയാണ്, സിദ്ധ സർഹപ്പ. സർഹപ്പയ്ക്ക് രാഹുൽ ഭദ്ര, സരോജ് വജ്ര, സർഹു, സർഹപ്പാദ് എന്നീ പേരുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ബുദ്ധമതത്തിലെ ഈ വജ്രയാൻ ശാഖയിലെ സിദ്ധന്മാർ അവരുടെ സാമ്പ്രദായികമായ തത്വങ്ങളെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി വിഭാവനം ചെയ്ത സാഹിത്യ ശ്രേണിയെയാണ് നമ്മൾ പൊതുവായിട്ട് സിദ്ധ സാഹിത്യം. ഹിന്ദി സാഹിത്യ ഹിസ്റ്ററി ഓഫ് ഹിന്ദി ലിറ്ററേച്ചറിൻ്റെ ഒരു ശുരുവാത് ശരിക്കും നമ്മൾ പറയുമ്പോൾ സംസ്കൃത യുഗം തൊട്ട് സംസ്കൃത സാഹിത്യം തൊട്ടുണ്ട്. എന്നാലും ശരിക്ക് അപഭ്രംശ സാഹിത്യം ആരംഭിക്കുന്നത് സിദ്ധന്മാരിൽ നിന്നാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അപ്പോൾ ഹിസ്റ്ററി ഓഫ് ഹിന്ദി ലിറ്ററേച്ചറിൻ്റെ ഫസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് സിദ്ധ സാഹിത്യമാണ്. കൂടുതൽ കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ തരാം. ഓക്കെ, ബൈ, ഹാവ് എ നൈസ് ഡേ.